തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടി. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ബ്രീഫിംഗ് ഇപ്പോൾ ഉപയോഗിച്ചു. ആ ഫോണ് ഈ 2025 ജനുവരിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവളുടെ കയ്യിൽ വീണ്ടും ഫോണുണ്ട്. അതിനെ ചൊല്ലി തർക്കമായി. ഇവള് വേറെ പ്രപ്പോസൽ നോക്കുന്നതൊരു സംശയം വന്നു. അവനെ കൊണ്ട് ശല്യം വന്നപ്പോൾ സ്വയം അകന്നതാണെന്ന് അവള് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവള് സമ്മതിക്കുന്നു. അപ്പോ അവൻ പറയുന്നത് ഇത് ഈ അസ്ഥികളുണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യം തൃശൂർ പുതുക്കാടാണ് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയത്. അവിവാഹിതരായ യുവാവിനും യുവതിക്കും ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചുമൂടിയത്. മരിച്ച 2 കുട്ടികളുടെയും അസ്ഥി എടുത്ത് സൂക്ഷിച്ചതായി ഈ വിഷയത്തിൽ ഈ കേസിൽ ഇന്ന് കീഴടങ്ങിയ യുവാവ് പോലീസിനോട് പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണിക്കാം, അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനത് ഇവന്റെ വീട്ടിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം വീണ്ടും തർക്കമുണ്ടായി. ഇന്നലെ വൈകുന്നേരം തർക്കമുണ്ടായിട്ട് ഞാൻ രാത്രി വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ എൻഗേജാണ് അതാണ് ഇന്നലെ പെട്ടെന്നുണ്ടായൊരു സംഭവം. അവൾ പറയുന്നുണ്ട് അവളുടെ ഒരു റിലേറ്റീവ് ഒരു വല്യമ്മച്ചോട് സംസാരിച്ചു എന്നാണ്. അപ്പം അവന് പെട്ടെന്ന് കള്ളും കുടിച്ച് കഴിഞ്ഞ് നല്ലപോലെ മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന് ഫോൺ വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് എൻഗേജറായപ്പോഴത്തേന് ഇവൻ കുറേ ദിവസമായിട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് അവളെ സ്ഥിരം വിളിച്ചിട്ട് സോറി പറഞ്ഞ് നീ എൻ്റെ ഭാഗത്തുനിന്ന് ദോഷമൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ്. ഇന്നലെ എന്തായാലും വൈകുന്നേരം സംസാരിച്ചപ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടായതിന് ശേഷം അവൾ അവനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ഞാൻ പോലീസിനെ അറിയിക്കും, നീ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ എന്നെ നീ തേച്ചതിന് ശേഷം നീ അങ്ങനെ ജീവിക്കണ്ട എന്ന് അവൻ ഇന്നലെ വൈകുന്നേരം 11:30 പറഞ്ഞു. അവൾ പറഞ്ഞതിന് ശേഷം അവൾ ഇവന്റെ റിലേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ രാത്രിയായതുകൊണ്ട് ആരെയും ഫോണിൽ കിട്ടിയില്ല. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. അപ്പം അല്ല, ഇത് രണ്ടും ആധികാരികമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പ്രാഥമികമായി നമുക്ക് സംശയ വിഷയം കുരുങ്ങിയെന്ന് അവൾ ഓഡിയോ കട്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഏതായാലും ഇവർ തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് യുവാവ് എന്തായാലും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇത് കൊലപാതകമാണോ അതല്ല കുട്ടികളുടേത് സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുന്നില്ല, സ്ഥിരീകരണം കൊടുക്കുന്നില്ല. അത് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നാണ് പറയുന്നത്. പൊക്കിൾക്കൊടി കുരുങ്ങിയാണ് മരിച്ചത് എന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കൊലപാതകമാണ് എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് യുവാവ് പറഞ്ഞത് എന്നും പറയുന്നു. ഞാനത് പേര് വിവരം കിട്ടിയില്ല, നിങ്ങൾക്ക് അത് പത്തിരും വിടുന്നത് എടുത്തു. തീർച്ചയായിട്ടും അവൻ ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ. ഒരുമിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് ഒരുമിച്ചാണ്. ഇങ്ങനൊരു സൗഹൃദം ഉള്ളതായിട്ട് തള്ളയ്ക്ക് സംശയമുണ്ട്. പ്രസവിച്ച കാര്യം ആർക്കും അറിഞ്ഞു. പ്രസവിച്ച കാര്യം അവൻ്റെ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കളോട് സബ്സിക്വൻ്റ് ആയിട്ട് അവൻ പറഞ്ഞു എന്നൊരു സംശയം. ആദ്യം അവിടെ ഇങ്ങനെ എന്തോ ഒന്ന് കുഴിച്ചിടാൻ ശ്രമിച്ചു എന്നുള്ള അയൽവക്കത്തുകാർക്ക് ആർക്കും ഒരു സംശയം. ഇങ്ങനെയുള്ള സംശയങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എങ്ങനെ പോയി എന്നുള്ളത് ഒക്കെ നമ്മൾ അന്വേഷിക്കാനുണ്ട്. കാരണം ഒരു പെണ്ണ് പറയുന്നത് അവർക്ക് പിന്നെ ഇതുണ്ടല്ലോ, ശരീരം കുറച്ച് വണ്ണം വയ്ക്കുന്ന, ഇപ്പം ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പുറത്തൊന്നും പോയിട്ടില്ല. ലാബ് ടെക്നീഷ്യനായിട്ട് ഈ അവസാന മാസങ്ങളിൽ പോയിട്ടില്ല. അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്. അമ്മയ്ക്ക് വളരെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അമ്മയാണ് ഈ പെൺകുട്ടിയുടെ. സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുമ്പോൾ അവിടെ വേറൊരാളില്ല വീട്ടിൽ. അല്ലല്ല, വളർച്ച എത്തിയതിനു ശേഷം അല്ല. അത് ഇപ്പം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 2024 ഏകദേശം ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. ആ ഡേറ്റൊക്കെ ഞങ്ങൾക്ക് അവർ പറയുന്നത് വെച്ച് മാത്രം നമുക്ക് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് പിന്നെ കണക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കുക. പോയിട്ടില്ല എന്ന് അവർ പറയുന്നു, അതും പരിശോധിക്കണം.
ഗോവിന്ദൻ എന്നല്ലല്ലോ അയാളുടെ പേര്, അയാളുടെ ബബീൻ. അയാൾക്ക് ഡ്രസ് വർക്കാണ്. അയാൾ ഈ പ്ലംബിംഗ് പണി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വർക്കും വകുപ്പുകൾ തീർച്ചയായിട്ടും കുട്ടിയെ കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ്. അത് സീരിയസ് ആണല്ലോ. കുട്ടിയെ കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അന്വേഷണം. അതിനാണ് ഇത്ര സമയം നമ്മൾ എടുത്തത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്ഷൻ ചേർക്കണമെന്ന് നമ്മൾ ചേർക്കും. അല്ല, ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൽ രണ്ടുപേരും കൂടെ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. അതാണ് ഇതുവരെ ഈ രണ്ടുപേരുടെ റോളാണ് മനസ്സിലായത്. അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ. തീർച്ചയായിട്ടും എല്ലാ ഭാഗവും അന്വേഷിക്കും. ശരി, താങ്ക് യു. ഈ പെൺകുട്ടി രണ്ടാമത്തെ കൊലപാതകം സംശയിക്കുന്നതല്ല, അത് ഈ പുരുഷനോട് പറഞ്ഞിരുന്നു. ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഏതായാലും ആഭിചാരമടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു സ്ഥിരീകരണവും പങ്കുവയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അസ്ഥി എടുത്ത് സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ അസ്ഥിയുമായാണ് ആ യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഏതായാലും വിശദമായ പരിശോധനയും അന്വേഷണവും ഈ വിഷയത്തിൽ പോലീസിന് ആവശ്യമുണ്ട് എന്നാണ് അവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്.